അങ്ങനെ ഒരു ആക്ഷേപം അവർക്കെതിരെ നിലനിൽക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യോഹന്നാന്റെ ശിഷ്യന്മാർ വന്ന് ചോദിച്ചു, നിന്റെ കൂടെ കുറെ ശിഷ്യന്മാർ നടക്കുന്നുണ്ട്, എന്തിനു കൊള്ളാ ഇവന്മാരെ? ഞങ്ങളാണെങ്കിൽ ഉപവസിക്കുന്നു, പരീശന്മാർ ഉപവസിക്കുന്നു, ഇവര് നേരം കിട്ടുന്നിടത്തെല്ലാം കയറിയിരുന്ന് ശാപ്പാട് കഴിച്ചേച്ച് പോകുന്ന ആളുകളാണ് എന്ന് പറഞ്ഞ് നിന്നെ ആക്ഷേപിച്ചപ്പോൾ നസ്രായനായ യേശുവിന്റെ മറുപടി എന്തായിരുന്നു എന്നറിയാമോ? നിന്നെ തരം താഴ്ത്തിയേറ്റ് വലിയവനാകുന്നവനല്ല ക്രിസ്തു. ഹല്ലേലൂയ. നിന്നെ വികാരപരമായി ഉൾക്കൊള്ളുവാൻ കഴിയുന്നവൻ, നിന്റെ വീഴ്ചകളുടെ നടുവിൽ നിന്നെ നിലനിർത്തുവാൻ കഴിയുന്നവനാണ് നിന്നെ വിളിച്ചവനെന്നോർത്ത്. ഹല്ലേലൂയ. യേശുവിന്റെ മറുപടി ഇതായിരുന്നു. നമുക്ക് സുപരിചിതമായ മറുപടിയാണത്. ഹല്ലേലൂയ. മടവാളൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർക്ക് ഉപവസിക്കേണ്ട ആവശ്യമില്ല, എന്നാൽ അവർ ഉപവസിക്കേണ്ട ഒരു ദിവസം വരും, അന്നത് ചെയ്യുവാൻ അവർ മനസ്സുള്ളവരാണ്. നിന്റെ മുഖം രക്ഷിക്കുന്നവനാണ് നിന്നെ വിളിച്ചവനെന്ന് എന്ന് രാത്രികാലം ഓർക്കുക. ഹല്ലേലൂയ. വീഴ്ച സംഭവിക്കാത്ത ഒരു വ്യക്തിയുമില്ല, പരാജയം സംഭവിക്കാത്ത ഒരു വ്യക്തിയും ഈ ലോകത്തിലില്ല. നിന്നെ വികാരപരമായി കൈത്താങ്ങൽ നൽകി ഇത്രത്തോളം കൊണ്ടുവന്ന രക്ഷകന്റെ മുമ്പിൽ നിന്റെ കരങ്ങളെ ഉയർത്തി എന്ന് രാത്രിയിൽ നീ അവനെ സ്തുതിക്കേ. ഹല്ലേലൂയ. നിന്റെ ശ്രേഷ്ഠത കൊണ്ടല്ല. പത്രോസേ, പത്രോസേ, ഗോതമ്പ് പോലെ നിന്നെ പാറ്റിക്കളയുവാൻ പിശാച് എന്നോട് എത്ര പ്രാവശ്യം അനുവാദം ചോദിച്ചുവെന്ന് നിനക്കറിയാമോ? എന്നാൽ ഞാനത് സമ്മതിച്ചു കൊടുത്തില്ല എന്ന് രാത്രിയിൽ നീ നിലനിൽക്കുന്നത് നിന്റെ കഴിവ് കൊണ്ടല്ല, നിന്റെ പാണ്ഡിത്യം കൊണ്ടല്ല, നിന്റെ വൈഭവം കൊണ്ടല്ല, രക്ഷകൻ നിന്റെ കരങ്ങളിൽ താങ്ങിയത് കൊണ്ടാണെന്നോർത്ത് എന്ന് രാത്രികാലം ഈ പന്തലിൽ നിന്റെ ആരാധന മുഴങ്ങട്ടെ. ഈ പന്തലിൽ എന്ന് രാത്രിയിൽ നിന്റെ സ്തുതിസ്തോത്രങ്ങൾ മുഴങ്ങട്ടെ. നിന്റെ മുഖം രക്ഷിക്കുന്നവരാണ് നിന്നെ വിളിച്ചവൻ. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. തീർച്ചയായും യേശുവിന്റെ രൂപാന്തരം പത്രോസിനെ പുതിയൊരു മനുഷ്യനാക്കി. അവന്റെ കാഴ്ചപ്പാടുകൾ മാറുവാൻ അത് കാരണമായി തീർന്നു എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. യേശുവിന്റെ രൂപാന്തരം അവന് പുതിയൊരു ദർശനം നൽകി. മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിൽ അവൻ കേട്ടിട്ടില്ലാത്തൊരു വലിയ ശബ്ദം അവൻ കേട്ടു. ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നീ അനുഗമിക്കുന്നത് ഈ ലോകത്തിന്റെ അന്ധതയിലേക്ക് നിന്നെ നയിക്കുന്ന ഒരു നായകനെയല്ല. ഹല്ലേലൂയ. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവനാണ് നിന്റെ മുമ്പിൽ നടക്കുന്നത് എന്ന് രാത്രിയിൽ നീ ഓർക്കുക. നിനക്ക് യാതൊരു ശക്തിയെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. എന്നാൽ ഒരു യഥാർത്ഥ ഗുരുവിന്റെ പ്രത്യേകത, അവൻ എല്ലായ്പ്പോഴും സുഖിപ്പിക്കുന്നയാളല്ല, നിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നവനാണ്. പത്രോസിനെ യേശു വളരെയേറെ സ്നേഹിച്ചിരുന്നുവെങ്കിലും ഒരു ദിവസം പത്രോസിനോട് യേശു പറഞ്ഞു, പിശാചേ, നിന്നിൽ വ്യാപരിക്കുന്നത് പൈശാചിക ശക്തിയാണ്, നീ എനിക്ക് ഇടർച്ചയാണ്, നീ വിട്ടുപോകണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയാണുള്ളത്? നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ ശിക്ഷ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ഒരു ചെറിയ പരാജയം സംഭവിച്ചുവെങ്കിൽ അത് രക്ഷകൻ നിന്നെ കൈവിട്ടതിന്റെ അടയാളമല്ല. നിന്നെ ചെത്തി വെടിപ്പാക്കി രൂപാന്തരപ്പെടുത്തി ഉപയോഗിക്കുവാൻ എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ നീ ആയതുപോലെ നിൽക്കുവാനല്ല, അതിനേക്കാൾ ഉപരിയായി നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്. ഹല്ലേലൂയ. നിന്നെ കൊണ്ട് എന്റെ രക്ഷകൻ വലിയ ശുശ്രൂഷകൾ ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഫിലിപ്പോസിന്റെ ശുശ്രൂഷയിലേക്ക് നമ്മൾ നോക്കിയാൽ 3 ഘട്ടങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ആദ്യം അവൻ നടന്നു വേല ചെയ്യുന്ന ഒരു സാധാ ഉപദേശിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവാത്മാവ് അവനോട് പറഞ്ഞു, നീ ഇങ്ങനെ നടന്നാൽ ഈ ശുശ്രൂഷ തീരത്തില്ല, നീ ഓടിപ്പോകണം, എങ്കിൽ മാത്രമേ നിനക്ക് തേരിനൊപ്പം ഏൽത്തുവാൻ കഴിയുകയുള്ളൂ. അവിടെ നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഗാസയുടെ നിർജ്ജന പ്രദേശത്ത് ഒന്നുമില്ല എന്ന് വിചാരിക്കുന്ന ഊഷര ഭൂമിയിൽ ഞാൻ നിനക്ക് ശ്രേഷ്ഠമായത് കരുതിയിട്ടുണ്ട്. അവിടെ എത്തണമെങ്കിൽ നടന്നാൽ സാധ്യമല്ല, നീ ഓടിപ്പോയെങ്കിലേ മതിയാവുകയുള്ളൂ. ഹല്ലേലൂയ. എന്ന് മാത്രമല്ല, അവിടെ നിന്ന് ഫിലിപ്പോസിന്റെ ശുശ്രൂഷ പറക്കുന്ന ശുശ്രൂഷയാണ്. ദൈവത്തിന്റെ പൈതലേ, നിന്റെ നടപ്പിന്റെ ശുശ്രൂഷ കഴിഞ്ഞ്, നിന്റെ ഓട്ടത്തിന്റെ ശുശ്രൂഷ കഴിഞ്ഞ് നീ പറക്കുന്ന ഒരു ശുശ്രൂഷ നിന്നെ ഏൽപ്പിക്കുവാൻ എന്റെ രക്ഷകൻ ആഗ്രഹിക്കുന്നു. എന്ന് രാത്രിയിൽ നീ അതിന് സമർപ്പണമുള്ളവനാണെങ്കിൽ നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയാണ്. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ.
എന്റെ കർത്താവ് നിന്നെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ഇതുകൊണ്ടൊന്നും അവസാനിപ്പിക്കുന്നവനല്ല കർത്താവ്. അസാധാരണമായ സ്നേഹം, ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത അസാധാരണമായ ആഴമായ സ്നേഹത്തിന്റെ സ്പർശനം പത്രോസ് തന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് തിബരിയാസ് കടൽക്കരയിലാണ്. ആ കടൽക്കരയിൽ ഇതിനു മുമ്പും പലപ്പോഴും നമ്മൾ പത്രോസിനെ കണ്ടിട്ടുണ്ട്. എന്നാൽ യേശുവിന്റെ ക്രൂശീകരണത്തിനും ഉയർപ്പിനും ശേഷം പോലും ഞാൻ എൻ്റെ പഴയ തൊഴിലിന് പോകുന്നുവെന്ന് പറഞ്ഞ് ഒരു പരാജിതനെ പോലെ തിബരിയാസ് കടലിൽ അലഞ്ഞു നിൽക്കുന്ന പത്രോസിനെ എഴുതി തള്ളിയവനല്ല എൻ്റെ രക്ഷകൻ. അവൻ ആ കടൽക്കരയിലേക്ക് അതിരാവിലെ സമയം ചെല്ലുകയാണ്. ഹല്ലേലൂയ. ചെന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, നിങ്ങളിവിടെ അധ്വാനിക്കുകയാണല്ലോ കഴിഞ്ഞ രാത്രി മുഴുവൻ. ഇതേ ഗന്നസരേത്ത് കടൽക്കരയിൽ ആ തടാകത്തിൽ അവരൊരു രാത്രി മുഴുവൻ അധ്വാനിച്ചതാണ്. അവിടെ വെച്ച് അവർ വേദനയോടെ പറഞ്ഞതാണ്, ഞങ്ങളൊരു രാത്രി മുഴുവൻ അധ്വാനിച്ചു, എങ്കിലും ഞങ്ങൾക്കൊന്നും ലഭ്യമായില്ല. വീണ്ടും അതേ തൊഴിലിന് വേണ്ടി പോയ പത്രോസിനെ എഴുതി തള്ളിയവനല്ല രക്ഷകൻ. എന്താ കാര്യമെന്നറിയാമോ? ആ പത്രോസിന്റെ ജീവിതത്തിലെ പരാജയങ്ങൾ അറിയാവുന്നവനാണ് ക്രിസ്തു. പത്രോസിന്റെ ജീവിതത്തിലെ വിജയങ്ങൾ അറിയാവുന്നവനാണ് ക്രിസ്തു. എപ്പോഴാണ് അവൻ തളർന്നു പോകുന്നതെന്ന് അറിയാവുന്നവനാണ് ക്രിസ്തു. ഒരിക്കലും അവനെ തള്ളിക്കളയുവാനല്ല, നിത്യജീവന്റെ ആയുധങ്ങളായി. ഹല്ലേലൂയ. മാത്രമല്ല, മനുഷ്യപുത്രൻ തന്റെ തേജസ്സിന്റെ മഹിമയോടുകൂടെ വരുമ്പോൾ ആ സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്ത പത്രോസിനെ പാതി വഴിയിൽ തള്ളിക്കളയുന്നവനല്ല രക്ഷകൻ. അവന് വേണ്ടി തേടി വന്നിരിക്കുകയാണ്. വന്നിട്ട് അവരോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ഹല്ലേലൂയ. നിനക്കിണങ്ങുന്ന ഭാഷ, നിനക്ക് മനസ്സിലാകുന്ന ഭാഷാ ശൈലി, നിന്റെ വിശപ്പിന്റെ ആഴമറിയാവുന്നവൻ വ്യക്തിപരമായി നിന്നോട് ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ കടന്നു വരൂ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതാ ഒരുക്കി വെച്ചിരിക്കുന്നു ആഹാരം. കനലിന്മേൽ ചുട്ട അടയും കനലിന്മേൽ ചുട്ട മീനും ഭക്ഷിക്കുവാൻ എന്റെ അടുക്കലേക്ക് കടന്നു വരിക. ഹല്ലേലൂയ. നീ ക്ഷീണിച്ചിരിക്കുമ്പോൾ നിന്റെ മേൽ അഭിഷേകം പകർന്ന്, നീ ക്ഷീണിച്ചിരിക്കുമ്പോൾ നിനക്ക് ആവശ്യമായ ആഹാരം നൽകി തന്ന് നിന്നെ മുമ്പോട്ട് നയിക്കുന്നവനാണ് നിന്നെ വിളിച്ചവൻ. ഹല്ലേലൂയ. മൂന്നാമത്തേതാണ് മണി. 50 വയസ്സുവരെ എവിടായിരുന്നുവെന്ന് ആർക്കും അറിയത്തില്ല. 50-ാമത്തെ വയസ്സിൽ പ്രത്യക്ഷപ്പെടും മണിയുമായിട്ട്. മണി മണി മണി. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ വേല മണിയുടെ വേലയല്ല. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നു എങ്കിലോ എന്റെ ഉള്ളിൽ അവനെക്കുറിച്ച് പ്രസാദമില്ല. ഹല്ലേലൂയ. പണം കൊണ്ട് സഭ പിടിച്ചെടുക്കാമെന്ന് നീ വിചാരിച്ചാൽ രക്ഷകന്റെ ചോരയ്ക്ക് നീ വില പറയുകയാണ്. എന്ന് രാത്രിയിൽ നിന്റെ അഹങ്കാരം അവസാനിക്കട്ടെ, നിന്റെ ശക്തി അവസാനിക്കട്ടെ. ദാവീദ് പറഞ്ഞതുപോലെ ഞാൻ ഒരു ഉടഞ്ഞ ഓട്ടുകഷണം പോലെ ആയിരിക്കുന്നുവെന്ന് ഇന്ന് രാത്രിയിൽ നീ വിളിച്ചു പറയുന്നുവെങ്കിൽ നിന്നെ ഉപയോഗിക്കുവാനും പുതുക്കി പണിയുവാനും എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നു. നീ ഒരു നല്ല ശുശ്രൂഷകനാകുവാൻ എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് താൻ പ്രാർത്ഥിച്ചതിനെക്കുറിച്ച് നമുക്കറിയാം. അവരോടൊപ്പം ആയിരുന്ന സന്ദർഭങ്ങളിലും താൻ വേറിട്ട് പോയി രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിച്ചത് നമുക്ക് സുപരിചിതമായ കാര്യമാണ്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു മഹാപുരോഹിത പ്രാർത്ഥന നമ്മൾ കാണുകയാണ്. കർത്താവേ, നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നായിരിക്കേണ്ടതിന് ഇവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എന്റെ കർത്താവ് പത്രോസ് ഉൾപ്പെടെയുള്ള ശിഷ്യഗണങ്ങളെ വാർത്തെടുക്കുമ്പോൾ പ്രാർത്ഥന അവന്റെ ഒരു ആയുധമായിരുന്നു. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ തകർക്കപ്പെട്ട പത്രോസിനെ നമ്മൾ പിന്നീട് കാണുന്നത് പെന്തക്കോസ്തിന്റെ ദിവസമാണ്. ഹല്ലേലൂയ. ഒരു ശുശ്രൂഷക്കാരനാകുന്നത് പെന്തക്കോസ്തുകാരനാകുമ്പോഴാണ്. ഒരു ശുശ്രൂഷക്കാരനാകുന്നത് അവൻ പെന്തക്കോസ്തിന്റെ വാഹകനാകുമ്പോഴാണ്. ഹല്ലേലൂയ. നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. നിങ്ങൾ ശക്തി ലഭിച്ച ശേഷം യെരൂശലേമിലും യഹൂദ്യയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. ഹല്ലേലൂയ. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ
ദാനമത്രേ എന്ന് വരേണ്ടതിന് ഇത് ഞങ്ങൾക്ക് മൺകൂടാരങ്ങളിൽ അത്രേ പകർന്നിരിക്കുന്നത്. നിന്റെ മൺകൂടാരത്തിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി നിനക്ക് ഏത് ശക്തിയെയും ഏത് പൈശാചിക ശക്തിയെയും പരാജയപ്പെടുത്തുവാൻ കഴിയുന്ന അത്യന്ത ശക്തിയാണ് എന്ന് രാത്രിയിൽ കുമ്പനാട് കൺവെൻഷൻ പന്തലിൽ നിന്റെ മേലുള്ള ആ ശക്തി ഒന്ന് വ്യാപരിച്ചാൽ ഹല്ലേലൂയ എന്ന് രാത്രിയിൽ ഇവിടെ രോഗസൗഖ്യം നടത്തുവാൻ എന്റെ കർത്താവ് മതിയായവനാണ് എന്ന് രാത്രിയിൽ ചിലരെ ശുശ്രൂഷക്കാരാക്കി തിരഞ്ഞെടുക്കുവാൻ എന്റെ കർത്താവ് മതിയായവനാണ്. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ വന്നെത്തി നിൽക്കുന്ന കാലം എന്താണ്? നമ്മൾ വന്നെത്തി നിൽക്കുന്ന കാലം സർദീസിലെ സഭയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. അതുകൊണ്ട് നിന്നോട് പറയാനുള്ളത് ഇതാണ്: ചാകാറായ ശേഷിപ്പിനെ ശക്തീകരിക്കുക. ഹല്ലേലൂയ. ചാകാറായ ശേഷിപ്പിനെ ശക്തീകരിക്കുക. സംഹാരകൻ നിനക്കെതിരെ കടന്നു വരുന്നു. കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചുകൊള്ളുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. ഹല്ലേലൂയ. സമാധാന ദേശത്ത് നീ നിർഭയനായി വസിക്കുന്നു. യോർദാന്റെ വൻകാട്ടിൽ എന്തു ചെയ്യും നീ? ഹല്ലേലൂയ. കാലാളുകളോടുകൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോടുകൂടെ എങ്ങനെ മത്സരിച്ചോടും? ചാകാറായ ശേഷിപ്പേ, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. ഹല്ലേലൂയ. പെന്തക്കോസ്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി, ജീവൻ പകരുന്ന ശക്തി തന്റെ ജനത്തിന്റെ മേൽ പകരപ്പെട്ടാൽ നിന്റെ പരാജയത്തിൽ നിന്ന് നിനക്ക് വിജയത്തിലേക്ക് കുതിക്കുവാൻ കഴിയും. ഹല്ലേലൂയ.